കാസർഗോഡ് രാജപുരത്ത് പോലീസ് നീക്കങ്ങൾ അറിയാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അഡ്മിൻ ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. കോഡ് ഭാഷകൾ ഉപയോഗിച്ചാണ് ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ അറിയിച്ചിരുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഓഡിയോ സന്ദേശം 24-ന് ലഭിച്ചു. ജനകീയം അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കൂടങ്കല്ല് ഭാഗത്തേക്ക് പോയി കേട്ടാ. അതില് ആ ചൊറയുള്ള മുതലാളി തന്നെ ഉള്ളത് കേട്ടാ. കള്ളാറിന്ന് മാലക്കലേക്ക് പോയിട്ടുണ്ടല്ലോ. ഒരു യാത്രയുടെ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അഞ്ചിന് പളാന്തരൊക്കെ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസമാണ് അരുൺ ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ്, അതും ഓരോ ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് അവരെ നിരീക്ഷിക്കുന്ന തരത്തിലൊക്കെ. എന്താണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരുടെ ഉദ്ദേശം, ഇവരുടെ ഇടപാടുകൾ? ഗോകുൽ, ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് രാജപുരം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI പ്രദീപ് കുമാറും സംഘവും പട്രോളിങ്ങിനിടെ ഒരു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. ആ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലീസ് കണ്ടെടുക്കുന്നത്. അത് ഈ രാജപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോകുന്ന റൂട്ടും പോലീസ് വാഹനങ്ങൾക്കൊക്കെ കോഡ് ഭാഷ നൽകിയാണ് ഈ പ്രതികൾ, അതായത് ഈ ഗ്രൂപ്പിലുള്ള 80 പേരും അത് ഉപയോഗിച്ചിരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കോഡ് ഭാഷയൊക്കെ രസകരമായ രീതിയിലാണ്. പോലീസ് സ്റ്റേഷനെ വീടെന്നും, ഒരു പോലീസ് ജീപ്പിന്റെ കോഡ് പാട്ട എന്നും, മറ്റൊരു പോലീസ് ജീപ്പിന്റെ പേര് കോഡ് ജനകീയം എന്നുമാണ്. ഇത്തരത്തിൽ, അതായത് ഈ മദ്യമാഫിയയെ പിടിക്കുന്ന പ്രിൻസിപ്പൽ SI പ്രദീപ് കുമാറിനെ ചൊറ പിടിച്ച മുതലാളി എന്നാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിശേഷിപ്പിക്കുന്നത്. ഈ 7 പേരെ, അഡ്മിൻ ഉൾപ്പെടെ 7 പേരെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പനത്തടി സ്വദേശികളായ മനു, രഞ്ജിത്ത്, വൈശാഖ്, യാക്കൂബ് തുടങ്ങി 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ, ശരി, ലഹരി കടത്തുകാരും ലോട്ടറി തട്ടിപ്പുകാരും ഒക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഒരുമിച്ച് ചേർന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിന്റെ പേര് ഫാമിലി എന്നായിരുന്നു.